ചിലർക്ക് ഉറക്ക ഗുളിക കുടിച്ചാൽ അത് അഡിക്റ്റ് ആയി പോകും. പിന്നെ അവർക്ക് വീണ്ടും 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 അത് വാങ്ങിയിട്ട് കഴിക്കണം തോന്നും. അപ്പം നിങ്ങൾ വീണ്ടും കൂടുതൽ ഈ ഫാർമസിയിലെ കൂടുതൽ ആളുകൾ വന്നിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് ഉറക്കത്തിനുള്ള ഗുളിക ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് കൊടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് നിയമവശങ്ങളുണ്ടല്ലോ. ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ പ്രോബ്ലം, അതായത് അവർ പറയുന്നൊരു കാര്യം 11:30 12 മണി 12 ആയാലും ഉറക്കം വരാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ഡോക്ടർക്ക് പറയാനുള്ളത്? ഉറക്കം എന്ന് പറഞ്ഞാൽ മനുഷ്യന് എപ്പോഴും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു സംതൃപ്തി കിട്ടാനുള്ള സാധനം ഉറക്കം മനുഷ്യന് അത്യാവശ്യമാണ്. സാധാരണ രീതിയിൽ നമ്മൾക്കൊരു 5 മണിക്കൂർ 7 മുതൽ 8 മണിക്കൂർ ഉറക്കം കിട്ടിയാലും മതി. മനസ്സിന് നമ്മുടെ ശരീരത്തെ ബോഡിയിലെ മെറ്റബോളിസം ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അത് മതി. സയൻസ് പറയുന്നത് 8 മണിക്കൂറാണ് ഉറക്കം വേണ്ടത് ഒരു അഡൽട്ടിന്. 6 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഠനത്തിലും തെളിയുന്നത് 4 മണിക്കൂർ വർക്ക് കിട്ടിയാലും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം എല്ലാം വർക്ക് ചെയ്യും. അതിലും കുറയുമ്പോഴാണ് വർക്കില്ലായ്മ എന്നൊക്കെ പറയുന്നത്. അതിലും 6 മണിക്കൂറാണ് ഏറ്റവും നല്ലത് എൻ്റെ കാഴ്ചയിലും. പിന്നെ വർക്കില്ലായ്മയുടെ കാരണങ്ങൾ പല കാരണത്താലും വർക്കില്ലായ്മ വരും. ഒന്ന്, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ ഫാസ്റ്റാണ്. സ്പേസ് നല്ല ഫാസ്റ്റായിട്ട് മൂവിങ് ഉള്ള ജീവിതമാണ്. ഒരുപാട് വെപ്രാളങ്ങളും വ്യാകുലതകളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഇതിൽ പല കാരണത്താലും വർക്കില്ലായ്മ വരും. സ്ട്രെസ്സ്, ടെൻഷന്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ വീട്ടിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പല കാരണത്താലും വർക്കില്ലായ്മ വരും. ആർക്കും മാനസിക ഇതില്ലെങ്കിലും വർക്ക് ചിലപ്പോൾ അങ്ങനെ വളരെ ഡിലേ ആയിട്ട് വരാം. ചിലപ്പോൾ 2-3 മണിക്കൂർ വർക്ക് കിട്ടുന്നുണ്ടാവും. ചിലർക്ക് 5 മണിക്കൂർ വർക്ക് കിട്ടുകയാണെങ്കിൽ അവർ വന്നിക്കാണ്ട് ചോദിക്കും വർക്കില്ല എന്നാണ് ചിലവരങ്ങനെ പറഞ്ഞത്. പക്ഷെ അതെല്ലാം ഒരു ഡോക്ടറെ കണ്ടുകാണ്ട് ഫാർമസിയിൽ ഒന്ന് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കരുത്. ഒരു ഡോക്ടറെ കണ്ടുകാണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം അവരുടെ റൂട്ട് കോസ് എന്താണെന്നുള്ളത്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ചികിത്സ. ചിലർക്ക് ഉറക്ക ഗുളിക കുടിച്ചാൽ അത് അഡിക്റ്റ് ആയി പോകും. പിന്നെ അവർക്ക് വീണ്ടും 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 അത് വാങ്ങിയിട്ട് കഴിക്കണം തോന്നും. അപ്പം നിങ്ങൾ വീണ്ടും കൊടുത്താൽ അത് ഷെഡ്യൂൾ എച്ച് ഡ്രഗ് ആയതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറോട് വന്നിട്ട് അവർ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് എന്ത് കാരണത്തിൽ വർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ റൂട്ട് കോസിനെ കാരണത്തെ ചികിത്സിക്കും. അപ്പോൾ അവർക്ക് ഉറക്കം കിട്ടും. ചിലപ്പോൾ അവർക്ക് സ്ട്രെസ്സും ടെൻഷനായിരിക്കും. ചിലപ്പം ചെറിയ വാക്കുകൾ പറഞ്ഞാൽ ചെറിയ കൗൺസിലിംഗ് ചെയ്താൽ തന്നെ അവർക്ക് ഉറക്കം ചിലപ്പോൾ കിട്ടിക്കൂടെ ഇല്ല. പിന്നെ ആ കൗൺസിലിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു പ്ലസിബോ ടൈപ്പ് മരുന്നുകൾ കൊടുക്കും. ഉറക്കിനല്ലാത്ത മരുന്നുകൾ തന്നെ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഉറക്കം കിട്ടിയെന്ന് വരാം. അപ്പോൾ അങ്ങനത്തെ രോഗികൾ, അങ്ങനത്തെ ആൾക്കാർ വരികയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ടാവും. അതിന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് സംസാരിച്ച് നോക്കിയിട്ട് ഡോക്ടർ എന്ത് എഴുതുന്നു അത് കഴിച്ചാൽ മതി. നമ്മൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് മെല്ലെ നൈസായിട്ട് അവരെ ഒഴിവാക്കിയാൽ മതി. അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒഴിവാക്കിയാൽ മതി. താങ്ക് യു.